നവകേരള സദസ്സ് പാലക്കാട് ജില്ലയിലും എത്ര രൂപ ചിലവാക്കി എന്നതിന് കണക്കില്ല. കളക്ടറേറ്റിലുള്ളത് ചായയ്ക്കും സ്റ്റേഷനറിക്കും ചിലവാക്കിയ കണക്ക് മാത്രമാണ്. ഇത് സംബന്ധിച്ച് വിവരാവകാശ രേഖ ജനം ടിവിക്ക് ലഭിച്ചു. ജനം എക്സ്ക്ലൂസീവ് വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഈ തുച്ഛമായ തുകയായിരിക്കുമല്ലേ ഈ ചായയ്ക്കും സ്റ്റേഷനറിക്കും ഒക്കെ ചിലവാക്കിയ തുക എന്ന് പറഞ്ഞ് വിവരാവകാശ രേഖ പ്രകാരം നമുക്ക് ലഭിച്ചത് പാലക്കാട് കളക്ടറേറ്റിൽ നിന്ന്. പക്ഷേ നമുക്കറിയാം, ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആഡംബര യാത്ര നടത്തുന്നത്, ഇത്തരത്തിൽ സർക്കാരിന് പ്രചാരണം നടത്തുന്നത് എന്ന ആരോപണം ശക്തമാണ്. മാത്രമല്ല, സ്പോൺസർമാരുണ്ടെങ്കിലും അവർ മാഫിയ ബന്ധം ഉള്ളവരാണ് എന്നുള്ളതാണ് പ്രതിപക്ഷവും ആരോപിക്കുന്നത്. അതിനൊക്കെ ശക്തി പകരുന്ന രീതിയിൽ എന്തുകൊണ്ട് ഇതിൻ്റെ കൃത്യമായ വരവ് ചെലവ് കണക്കുകൾ പുറത്തുവിടുന്നില്ല എന്നുള്ളൊരു സംശയം മാത്രം അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സാഹചര്യം എങ്ങനെ നോക്കിക്കാണാം? തീർച്ചയായും ലക്ഷ്മി, പരിപാടിയുടെ ഭാഗമായി കളക്ടറേറ്റിൽ യോഗങ്ങൾ നടത്താൻ 3960 രൂപ മാത്രം ചിലവായി എന്നുള്ള കണക്കാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ വിവരാവകാശ ചോദ്യത്തിനുള്ള മറുപടിയായി ലഭിച്ചിരിക്കുന്നത്. ഏതായാലും കളക്ടറേറ്റിലുള്ളത് ഈ ചായക്കും സ്റ്റേഷനറിക്കും ചിലവാക്കിയ കണക്ക് മാത്രമാണെന്നുള്ളത് ഈ തുക എത്രയാണെന്ന് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ലക്ഷങ്ങൾ പൊടിച്ചു നടത്തിയ പരിപാടിക്കാണ് ഇത്തരത്തിൽ വരവ് ചെലവ് കണക്ക് സർക്കാരിന്റെ പക്കൽ ഇല്ലാത്തത്. ഇതിന്റെ സംബന്ധിച്ചുള്ള വിവരാവകാശ രേഖയാണ് നമുക്ക് ജനം ടിവിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ മാസം 1, 2, 3 തീയതികളിലായാണ് നവകേരള സദസ്സ് പാലക്കാട് ജില്ലയിലെ 12 മണ്ഡലങ്ങളിൽ പര്യടനം നടത്തിയത്. വാദ്യമേളങ്ങളും ആഡംബര ഹോട്ടലുകളിൽ വിഭവസമൃദ്ധമായ പ്രഭാത ഭക്ഷണവും എല്ലാമായി വലിയ രീതിയിലുള്ള ഒരു പരിപാടിയായിരുന്നു നടത്തിയിരുന്നത്. എന്നാൽ ഇതിനാണ് എത്ര രൂപ ചിലവാക്കിയതെന്ന് സംബന്ധിച്ച് കളക്ടറേറ്റിൽ ഒരു കണക്കും ഇല്ലാത്തത്. ഓരോ ഇടത്തും പരിപാടിക്കായി 20 മുതൽ 30 ലക്ഷം രൂപ വരെ ചിലവാക്കി എന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. അതിന് രസീതോ കൂപ്പണോ ഉപയോഗിച്ചുള്ള പണപ്പിരിവ് പാടില്ല എന്നതിനാൽ ഈ സ്പോൺസർഷിപ്പ് വഴിയാണ് പണം സ്വരൂപിച്ചതെന്ന് ഈ സംഘാടക സമിതികൾ തന്നെ പറയുന്നുണ്ട്. പക്ഷേ സ്പോൺസർഷിപ്പ് സംബന്ധിച്ച ചോദ്യത്തിനും ഈ കളക്ടറേറ്റിൽ കൃത്യമായ മറുപടി ഇല്ല എന്നുള്ളതാണ്. ഈ വിവരാവകാശ ചോദ്യത്തിൽ കൃത്യമായി തന്നെ എത്ര രൂപ സ്പോൺസർഷിപ്പ് ലഭിച്ചു, ആരിൽ നിന്നെല്ലാമാണ് ഈ സ്പോൺസർഷിപ്പ് ലഭിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത്തരത്തിൽ ഒരു വിവരങ്ങൾ ലഭ്യമല്ല എന്നുള്ള തരത്തിലുള്ള മറുപടിയാണ് കളക്ടറേറ്റിൽ നിന്നും ലഭിക്കുന്നത് എന്നുള്ളതാണ്. വിവിധ വകുപ്പുകളും പരിപാടിക്കായി തുക ചെലവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടാതെ ഈ തദ്ദേശ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സഹകരണ സ്ഥാപനങ്ങളും എല്ലാം ഈ നവകേരള സദസ്സിനായി പണം ചെലവാക്കിയിട്ടുണ്ട്. പക്ഷേ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് പറയുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ നൽകിയ തുക സംബന്ധിച്ച കണക്ക് ക്രോഡീകരിച്ച് അവിടെ സൂക്ഷിച്ചിട്ടില്ല, അതിന് നിർദ്ദേശവും അവർക്ക് ലഭിച്ചിട്ടില്ല എന്ന തരത്തിൽ പറയുന്നുണ്ട്. കൂടാതെ തന്നെ ഈ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ ഓഫീസ്, അവിടെയും ഈ സംഘങ്ങൾ നൽകിയ തുക എത്രയാണെന്നത് സംബന്ധിച്ച് തരംതിരിച്ച് സൂക്ഷിച്ചിട്ടില്ല എന്ന് അവിടെ നിന്നുള്ള കണക്കുകളും പറയുന്നുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ ലക്ഷങ്ങൾ പൊടിച്ച് നടത്തിയ ഒരു പരിപാടി, പക്ഷെ ആ പരിപാടിക്ക് എങ്ങനെ പണം സ്വരൂപിച്ചു, ആരിൽ നിന്നെല്ലാം ലഭിച്ചു, എന്താണ് ഇതിന് പിന്നിലുള്ള എന്നുള്ള സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തത ബന്ധപ്പെട്ട ചിലവാക്കിയ കണക്ക് വിവരാവകാശ രേഖ പ്രകാരം ചോദിക്കുമ്പോഴും ഒറ്റയക്കത്തിലുള്ള സംഖ്യയുടെ കണക്ക് മാത്രമാണ് പുറത്തു വരുന്നത് എന്നുള്ളതാണ്. അരുണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.